ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തി ദേവസ്വം വിജിലൻസ്. എല്ലാം കോടതി അന്വേഷണത്തിൽ വെളിപ്പെടുത്തുമെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ ആരും പ്രതിക്കൂട്ടിൽ ആക്കിയെന്ന് കരുതുന്നില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. ഉദ്യോഗസ്ഥർ ചോദിച്ചതിനെ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. ഉദ്യോഗസ്ഥർ ചോദിച്ചത് മാത്രമല്ല, വിശ്വാസ സമൂഹം കൂടി നാട്ടിലുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഉദ്യോഗസ്ഥർ ചോദിച്ചതിനെ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. ഉദ്യോഗസ്ഥർ ചോദിച്ചത് മാത്രമല്ല, വിശ്വാസ സമൂഹം കൂടി നാട്ടിലുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി താങ്കൾ ചെയ്ത കാര്യങ്ങൾ അവർക്ക് അറിയണ്ടേ? ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്റെ പ്രൈവസിക്ക് എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അല്ല, പക്ഷെ ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് താങ്കൾ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ അത് വിശ്വാസ സമൂഹത്തിനും അറിയേണ്ടതുണ്ട്. അതൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ അന്വേഷണത്തിലെല്ലാം വെളിപ്പെടും. അതായത് നിങ്ങൾ എന്നെ പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. അതെന്താണ് സത്യമെന്ന് അറിയണ്ടേ? അതിനുള്ള സമയം തന്നാലല്ലേ പറ്റുള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് വീണ നമുക്കിപ്പം ചേരുന്നുണ്ട്. വീണ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കോടതിയുടെ മുന്നിൽ സത്യം തെളിയുമെന്നാണ്. അതായത് ഒരുപാട് സത്യങ്ങൾ ഇനി മറനീക്കി പുറത്തു വരുമെന്ന സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് വീണ? രാഖി, ഇന്നും ഇന്നലെയുമായിട്ട് 7 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് ചെന്നൈ, ബംഗളൂരു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത്, ഒരു 39 ദിവസങ്ങളുടെ ഒരു ദൈർഘ്യം എങ്ങനെ ഉണ്ടായി, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇതൊക്കെയാണ് ചോദിച്ചറിഞ്ഞത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം മുതലേ ഉറച്ചു നിന്ന നിലപാടിലാണ് കഴിഞ്ഞ ദിവസവും നിന്നത്. തനിക്ക് ലഭിച്ചത് ചെമ്പാണെന്നുള്ള വാദത്തിൽ തന്നെയാണെന്ന് ഉറച്ചു നിന്ന് കഴിഞ്ഞ ദിവസം 4 മണിക്കൂറായിരുന്നു ചോദ്യം ചെയ്തതെങ്കിൽ ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ 12 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പ്രധാനമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സുകളും അതുപോലെ സാമ്പത്തിക പശ്ചാത്തലങ്ങളും പ്രധാനമായിട്ട് വരുമാന സ്രോതസ്സും ഒക്കെയാണ് ചോദിച്ചറിഞ്ഞത്. സാമ്പത്തികമായ ഒരു ഉയർന്ന ആദായ വകുപ്പിൽ നിന്നടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് മൊഴിയെടുക്കലാണ് നടന്നത്. മൊഴിയെടുക്കലിന് ശേഷം മാധ്യമങ്ങളോട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. എന്നാൽ ചില വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ സത്യം പറയും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ അന്വേഷണത്തിൽ ഇരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരുന്നു പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാൻ സാധിക്കാത്ത മറ്റെന്തോ വിവരങ്ങളുണ്ട്. അതുപോലെ തന്നെ ആരും പ്രതിക്കൂട്ടിലാക്കിയിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. എന്നാൽ വിശ്വാസി സമൂഹത്തോട് മറുപടി പറയണ്ടേ? ശബരിമല പോലുള്ള അതിപവിത്രമായി കാണുന്ന ഹൈന്ദവ ആരാധനാലയത്തിലെ ഇത്രയും സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു. ഭക്തർക്കത് മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കേണ്ട ബാധ്യത ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൽ തീർത്തും മറുപടി പറയുന്നില്ല. തനിക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ചില ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. തുടർന്നുള്ള അന്വേഷണങ്ങളിൽ സഹകരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി മാത്രമേ രേഖപ്പെടുത്തിയുള്ളൂ. മാത്രമല്ല ഇവിടുന്ന് ഇതുമായി സ്വർണ്ണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നിന്ന് മാറ്റുമ്പോൾ തിരുവാഭരണ കമ്മീഷൻ അടക്കം ഇല്ലായിരുന്നു എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ തിരികെ ശബരിമലയിൽ എത്തിക്കുമ്പോൾ ഇതിന്റെ തൂക്കം കണക്കെടുത്തിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ വിഷയത്തിലടക്കം ദേവസ്വം വിജിലൻസ് ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ മറുപടി പറയുന്നത് അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. ആ വീഴ്ച തന്റെ തലയിൽ പഴിചാരുന്നതടക്കമുള്ള വിശദീകരണമാണ് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരോട് മറുപടിയായി പറയുന്നത്. ഇത്തരത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണമാണോ അതോ ചെമ്പാണോ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ തീർച്ചയായും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം താനും മറ്റ് 2 സ്പോൺസർമാരുമുണ്ട്. ആ സ്പോൺസർമാരും കൂടി ചേർന്ന് 3 പേരും കൂടി ചേർന്ന് 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇത്തരത്തിൽ സ്വർണ്ണം പൂശൽ നടപടികളൊക്കെ പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. എന്നാൽ ഏത് അടിസ്ഥാനത്തിലാണ് ദേവസ്വം ഇവരെ ഏൽപ്പിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ തിരഞ്ഞെടുത്തത്. അതിനുള്ള എന്തെങ്കിലും മാനദണ്ഡങ്ങളോ നിബന്ധനകളോ ഒക്കെ വെച്ചിരുന്നു. ദേവസ്വം ബോർഡിന്റെ അടക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വിവരങ്ങൾ എടുത്താൽ മാത്രമേ ഇതുമായി സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയാവുകയുള്ളൂ, ഇതുമായി നിൽക്കുന്ന ദുരൂഹതകൾ നീങ്ങുകയുള്ളൂ, ഇതുമായി നിൽക്കുന്ന വിവാദങ്ങൾക്ക് വ്യക്തത വരികയുള്ളൂ. അതുമാത്രമല്ല, മൊഴിയെടുപ്പ് പൂർത്തിയായെന്ന് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കുമെങ്കിലും ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുമ്പോൾ വൈരുദ്ധ്യം നിലനിൽക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതും അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നതും തമ്മിൽ ചേർച്ചക്കേടുകൾ ഉണ്ടെങ്കിൽ, പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വീണ്ടും ദേവസ്വം എടുക്കും തന്നെയെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലാണ് പൂർത്തിയായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇനിയും സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറയുമ്പോഴും ചുരുളഴിയാത്ത ഇനിയും ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇനിയും ഞെട്ടിക്കപ്പെടുന്ന വിവാദങ്ങളും വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരുമെന്ന് തന്നെയാണ് നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരി വീണ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രാഥമിക മൊഴിയെടുപ്പ് ദേവസ്വം വിജിലൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാം കോടതി അന്വേഷണത്തിൽ വെളിപ്പെടും എന്നാണ് ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.